സ്ത്രീ സമത്വമൊക്കെ പറഞ്ഞ് ഭരണഘടന പറഞ്ഞാൽ പോരാ. സ്ത്രീ സമത്വം പ്രാവർത്തികമാക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ടിറങ്ങണം. സിനിമ അഭിനയിക്കുന്നവരാന്ന് പറയാൻ തന്റെ ഇടം കാണിക്കുക സ്ത്രീകൾ. മനസ്സിലായില്ലേ? എടാ നിനക്ക് വഴങ്ങിയിട്ട് എനിക്ക് സിനിമ വേണമെന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ സഹോദരിമാരെല്ലാം കാണിക്കണം. ശ്രീ പി സി കേരളത്തിനല്ല മലയാള സിനിമയെ ഞെട്ടിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പലരും വിചാരിക്കാത്ത കാര്യം ഞാൻ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. അല്ല, എനിക്കൊരു ഞെട്ടലുമില്ല. ഞാൻ പ്രതീക്ഷിച്ചൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. സിനിമാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആർക്കറിയില്ലാതെ കേരളത്തെ മുഴുവൻ പേർക്കും അറിയാം. അതായത് സ്ത്രീത്വത്തിന് ഒരു ബഹുമാനവും മാന്യതയും കൽപ്പിക്കാത്തൊരു ഫീൽഡാണ് സിനിമ. ആ സിനിമയിൽ പിടിച്ചു നിന്ന സ്ത്രീകൾ ആരുണ്ട്? ഒരാളുടെ പേര് ഞാനിപ്പോൾ സ്ത്രീകളെ പറ്റി ആകുമ്പോൾ ഒന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് പറയുന്നത് ശരിയല്ലോ. ഒരു സ്ത്രീക്കും തന്റെ ചാരിത്രം അല്ലെങ്കിൽ അഭിമാനവും നഷ്ടപ്പെടാതെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വലിയ ദുഃഖം തോന്നുന്നുണ്ട്. നമ്മുടെ സിനിമയിലോ ഇത് മലയാളത്തിൽ മാത്രമല്ലെന്ന്, തമിഴിൽ പിന്നെ എന്താ, സിനിമാ ഫീൽഡിൽ മാത്രമല്ല, ഇപ്പൊ എല്ലാ ലോകത്തും ഏത് മേഖല എടുത്താലും സ്ത്രീകളുടെ അഭിമാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. നമുക്ക് സ്ത്രീ സമത്വമൊക്കെ പറഞ്ഞ് ഭരണഘടന പറഞ്ഞാൽ പോരാ. സ്ത്രീ സമത്വം പ്രാവർത്തികമാക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ടിറങ്ങണം. സിനിമ അഭിനയിക്കുന്നവരാന്ന് പറയാൻ തന്റെ ഇടം കാണിക്കുക സ്ത്രീകൾ. മനസ്സിലായില്ലേ? എടാ നിനക്ക് വഴങ്ങിയിട്ട് എനിക്ക് സിനിമ വേണമെന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ സഹോദരിമാരെല്ലാം കാണിക്കണം. അപ്പൊ ഒരു പെണ്ണുമില്ല സിനിമ. ഇവനൊക്കെ സ്വയം ഈ നിർമ്മാതാവ് നടന്മാരും കൂടെ എല്ലാം പെണ്ണിന് വേഷം കെട്ടി അഭിനയിച്ചോട്ടെന്ന് നോക്കണം. ആ സൂക്കരുത്. മനസ്സിലായോ? പക്ഷെ നിങ്ങളെ യോജിപ്പില്ല സ്ത്രീ സമൂഹത്തിന്. നിങ്ങൾ തന്റെ ഇടമായിട്ട് യോജിച്ച് നിന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ തയ്യാറല്ല, വേറെ സ്ത്രീ തയ്യാറാകും. അതല്ലേ കുഴപ്പം. അപ്പോൾ സ്ത്രീ സമൂഹം യോജിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടം ഈ കാര്യത്തിൽ വേണം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 100% ശരിയാണ്. ആ റിപ്പോർട്ടിനെ ഞാൻ ബഹുമാനിക്കുന്നു. ആ ഹേമ കമ്മീഷനെ എന്റെ ബഹുമാനം ഞാൻ അറിയിക്കുകയാണ്. ഒരു സംശയം വേണ്ട. മറ്റൊരു റിപ്പോർട്ടിൽ പുറത്തു പറഞ്ഞ വെച്ചാൽ നടിമാർ രാത്രി കിടക്കുമ്പോൾ വാതിൽ ചെന്ന് എപ്പോഴും മുട്ടാറുണ്ടെന്നും ഒരു സൗകര്യം ഒരു സുരക്ഷ പോലും ആരും നൽകാറില്ലെന്ന് പറയും. സിനിമ സെറ്റിലും അവർ താമസിക്കുന്ന ഹോട്ടലിലും. ഇതന്നെ സത്യം. ഇതാണ് സത്യം. ഒരു സംശയം വേണ്ട. അതായത് മുട്ടിയാ തുറന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അവൾ അഭിനയത്തിൽ കാണുകയില്ല, ആ സിനിമയിൽ കാണുകയില്ല. മുട്ടിയാ തുറക്കണം. അത് തന്നെയല്ല, ഒരു പ്രമുഖ നടൻ പേര് പറയുന്നത്, പ്രമുഖ നടൻ താമസിക്കുന്ന അയാള് താമസിക്കുന്ന ഹോട്ടലിൽ അയാളുടെ മുറിയിൽ നിന്ന് അങ്ങോട്ട് തുറക്കാവുന്ന വാതിലുള്ള മറ്റേ മുറിയിലായിരിക്കും നായിക. അങ്ങനെ വരാത്ത നായിക എന്ന് നായികയാകല. അങ്ങനെ കേരളത്തിലെ ഏറ്റവും മാന്യമായ സിനിമ എന്ന പേരും കണ്ടോ. മനസ്സിലായില്ലേ? അതൊക്കെ എത്ര എനിക്ക് എല്ലാം അറിയും. ഞാൻ പിന്നെ ഒന്നും പുറത്ത് പറയാത്ത വൻ മാഫിയും ക്രിമിനലുകളാണ് മലയാള സിനിമ ഭരിക്കുന്നത്. പോലീസിന് പോലും പരാതി പറയാൻ പേടിക്കുന്നു. കറക്റ്റ്. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി വിശ്വസിക്കാം. ഒരു തർക്കവും ഇല്ല. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് വലിയ വലിയ പ്രമുഖ ആൾക്കാരുടെ പേര് ഇതിൽ നിന്ന് പിണറായി സർക്കാർ എടുത്ത് മാറ്റിയത്? അത് ആരെയും വ്യക്തിപരമായി അപമാനിക്കേണ്ട എന്ന തീരുമാനം എടുത്തുകൊണ്ടായിരിക്കാം. റിപ്പോർട്ടിലെ പേര് വെച്ച് പേരൊക്കെ കാണും. ഈ പ്രസിദ്ധീകരിച്ചപ്പോ പേര് ഒഴിവാക്കിക്കൊണ്ട് 71 പേജുകൾ ഈ റിപ്പോർട്ടിനെടുത്ത് മാറ്റിയിരിക്കുകയാണ് ഇപ്പോ. ആ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ. അപ്പൊ എല്ലാവരുടെയും പേര് മനസ്സിലാവും. റിപ്പോർട്ട് ഇടുന്ന അടിമാരുടെ പേരും മനസ്സിലാവും. അതൊന്നും ഇല്ലാതെ രഹസ്യമായിട്ട് വെച്ചിരിക്കുക. ഗവൺമെന്റ് സ്വാഭാവികം, നമ്മുടെ ഗവൺമെന്റ് കാര്യമല്ലേ. ഏതായാലും കോടതിയും ഈ സ്ത്രീകളുടെ പേര് പറയരുത് നിർബന്ധം പറയുന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് ആണുങ്ങളുടെ പേര് വേണ്ട എന്ന് തീരുമാനിച്ചു കാണും. എല്ലാവർക്കും അറിയാം ഇതൊക്കെ. ഞാൻ നടന്റെ കാര്യം, ഞാൻ നടന്ന ആരാന്ന് അറിയത്തില്ലാത്ത ആരാ, എല്ലാം കണക്കാ. അപ്പൊ അതും പറഞ്ഞിട്ട് കാര്യമില്ല.